റോമ പട്ടണത്തെ അന്നത്തെ അധികാരികൾ തന്നെ കത്തിച്ചു. റോമാക്കാർ അവര് തന്നെ കത്തിച്ചു, പട്ടണം കത്തിച്ച് ചാമ്പലാക്കി വെച്ച് നുണപ്രചരണം നടത്തി. ഇത് ക്രിസ്ത്യാനികളാ കത്തിച്ചെന്ന്. ക്രിസ്ത്യാനികളെ ഒന്നിച്ച് വകവരുത്താൻ വേണ്ടിയാ. ഈ നുണയാ എല്ലായിടത്തും ആദ്യം ചെല്ലുന്നത്. സത്യം പുറകെ, സത്യവും കള്ളവും കൂടെ ഒരു ദിവസം പറഞ്ഞ് നമുക്ക് ലോകം ചുറ്റി വെച്ച് വരാം. ആട്ടെ, എപ്പോൾ പോകണം? രാവിലെ പോകാം. രാവിലെ സത്യം വന്നു, കള്ളത്തോട് പറഞ്ഞു എന്നാൽ പോകാം, ഞാൻ 2 വട്ടം പോയിച്ച് വന്നതാ, വേണേ ഒന്നുകൂടെ വരാമെന്ന് പറഞ്ഞു. മനസ്സിലായോ? നുണയാദ്യം ഇങ്ങനെ പെട്ടെന്ന് പോകുന്നത്. അതെല്ലാ സാധനവും അങ്ങനല്ലേ. നല്ല സാധനം അധികം ഉണ്ടാകുകയല്ലോ. ഉണ്ടാകുമോ? നിങ്ങളൊരു കരിയാപ്പ് കൊണ്ടുവന്ന് വെച്ചേ, എന്തെല്ലാം ക്രമീകരിച്ചാൽ അത് അതിൽ നിന്നൊരു ഇല തണ്ടടത്തി നിങ്ങൾക്ക് കടുക് പൊട്ടിക്കാന്ന് ആരാണ്ട് പറഞ്ഞ ആട്ടുംകാട്ടം നല്ലതാണ്. ഇവിടെ ഒന്നും ആടില്ലാഞ്ഞിട്ട് മലബാർ ചെന്ന് ആട്ടുംകാട്ടം കൂടിനകത്ത്. അന്നേരം പറഞ്ഞ് കഞ്ഞിവെള്ളം കൊണ്ട്. അന്നേരം പറഞ്ഞ് കഞ്ഞിവെള്ളം മാത്രമല്ല, മുട്ടയുടെ തോട്. അന്നേരം പറഞ്ഞ് മുട്ടത്തോടും കഞ്ഞിവെള്ളം മാത്രമല്ല, ഈ ചെങ്കല്ല് പൊടിച്ച് അതിൻ്റെ ചുറ്റും എന്തെല്ലാം ചെയ്ത് ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോയി നോക്കുക കരിയാപ്പ് എങ്ങനെ നിൽക്കുന്നുണ്ട്. അതേസമയം നിങ്ങളാണ്ട് റോഡിൽ കൂടെ സൈഡിൽ കൂടെ പോയ കമ്മ്യൂണിസ്റ്റ് കാർഡ് ആരേലും അതിനാട്ടുംകാട്ടം വിടുന്നുണ്ടോ? കഞ്ഞിവെള്ളം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് കാർഡൊന്ന് വളർന്നോട്ട് ഇച്ചിരി കഞ്ഞിവെള്ളം. അതിനൊന്നും ചെയ്യണ്ട, കയറി കളിച്ചോളും. മനസ്സിലാകുന്നുണ്ടല്ലോ? നുണപ്രചരണം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഈ ക്രിസ്ത്യാനികളാണ് ഈ പട്ടണത്തെ കത്തിച്ചെന്ന് പ്രചരിപ്പിച്ചു. ഇത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അങ്ങനെ ക്രിസ്ത്യാനികളെ ഇത് എഫക്റ്റ് ചെയ്യാൻ കാരണം, വിശ്വസിക്കാൻ കാരണം, ഈ ക്രിസ്ത്യാനികളുടെ പാട്ടിനകത്തും പ്രാർത്ഥനയ്ക്കകത്തുമൊക്കെ ആ തീയെ പറ്റി. അപ്പൊ ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക, ഇവരായി ഇത് കത്തിച്ചത്. ഇവരായി കത്തുന്നതിനെ പറ്റി തീ പോലെ ഇറങ്ങണമേ. ഇപ്പോഴാണ് സൂച നമ്മൾ തന്നെയാണ് പറഞ്ഞത്, തീ പോലെ ഇറങ്ങണം അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ നുണപ്രചരണം നന്നായിട്ട് അങ്ങ് പരന്ന് ഇത് ക്രിസ്ത്യാനികളാണെന്ന് അടിച്ചേൽപ്പിച്ചു. അതുകൊണ്ട് അന്നത്തെ അധികാരികൾ ചെയ്തത് ക്രിസ്ത്യാനികളെ ഒന്നടങ്കം വകവരുത്താൻ വേണ്ടി ചരിത്രം പറയുന്നത്, റോമൻ തെരുവീതികളുടെ 2 വശത്തും ഈ തൂണ് നാട്ടി. ഈ ഓരോ തൂണ് നാട്ടി വെച്ച് ക്രിസ്ത്യാനികളെ ഓരോന്നിനെ സന്ധിക്ക് മുമ്പ് ഈ തൂണെ പിടിച്ച് കെട്ടു. യേശുവിനെ തള്ളി പറഞ്ഞാൽ രക്ഷപ്പെടാൻ, തള്ളി പറഞ്ഞില്ലെങ്കിൽ തൂണയിലോട്ട് കെട്ടു. കെട്ടിയേച്ച് മെഴുകി ശീല, അല്ല മെഴുകി ശീല താഴെ മുതൽ അങ്ങോട്ട് ചുറ്റും ഓരോ ദൈവ കുഞ്ഞുങ്ങളെ ചുറ്റി മേള് വരെ കൊണ്ടുവന്ന് ചുറ്റി തിരിയാക്കി വെക്കും. അങ്ങനെ ഓരോ തൂണയിലും ഭക്തന്മാരെ. നിർമ്മിത കഥ പറയല്ല, 2 സൈഡിലും. എന്നിട്ട് ഒടുവിൽ ചോദിക്കും, യേശുവിനെ തള്ളി പറയാൻ ഇപ്പൊ അഴിച്ചുവിടാം. ഭക്തന്മാര് പറഞ്ഞു ഞങ്ങൾ തള്ളി പറയത്തില്ല. ഉറപ്പ് ആയി കഴിഞ്ഞപ്പോൾ സന്ധ്യയാകുമ്പോൾ തീ വെക്കും. ഈ മെഴുകുശീലയാണ്ട് നിന്ന് കത്തുക ദൈവ കുഞ്ഞുങ്ങൾ. അപ്പൊ രാത്രി മുഴുവൻ തെരുവിൽ പ്രകാശമായി, വെട്ടമായി. അപ്പൊ അങ്ങനെ സംഭവിച്ചതൂടെ കണ്ടോണ്ട് പത്രോസ് എഴുതിയെന്ന ചിലർ പറയുന്നത് ആ 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ച് നിന്ന് കത്തുക ഭക്തന്മാർ. അതുകൂടെ കണ്ടോണ്ടാ പറഞ്ഞ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിക്കരുത്. ഇതൊരു അപൂർവ കാര്യമാണ്. നിന്ന് കത്തുക ഭക്തന്മാർ. യേശുവിനെ തള്ളി പറഞ്ഞാൽ രക്ഷപ്പെടാം, തള്ളി പറഞ്ഞെങ്കിൽ നിന്ന് കത്തിക്കുക. ഇങ്ങനെ കത്തുന്നത് പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ ആരും അതിശയിക്കരുത്. നീ തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്, പിന്മാറരുത്, പതറരുത്, നിരാശപ്പെട്ടു പോകരുത്, അത് ചഞ്ചലിക്കരുത്.
16-ാമത്തെ വാക്യം നമുക്ക് മനപ്പാഠമാണ്. 4:16. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ, അതാ നമുക്കുള്ള പ്രമാണം. നീ ഒരു ദൈവ പൈതലായി ഓർത്ത് ലജ്ജിക്കരുത്. യോഗം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ ചോദിക്കും, പെന്തിക്കോസിലാണോ? ഞാനൊന്നുമില്ല. പിന്നെ അവിടെ കടന്ന് തുള്ളുകയും ചാടുകയും ചെയ്യുന്ന കാട്ടുന്നു. എന്നെ പോലെ വലിയൊരു കാര്യം. ഒരാളെ പോലെ 9 പേരുണ്ടെന്നാ. സ്തോത്രം. നീ പെന്തിക്കോസ് ആണോ എന്ന് ചോദിക്കാൻ പറയണം, ഞാൻ പെന്തിക്കോസിലാന്ന് പറയണം. നല്ല നെഞ്ചും നെറ്റിയും കൊടുത്ത് പറയണം, ഞാൻ ദൈവ പൈതലാന്ന് പറയണം. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാ. ഞാനൊരു പെന്തിക്കോസുകാരനാ. ഞാനൊരു പെന്തിക്കോസുകാരിയാ. ഞാനൊരു ക്രിസ്ത്യാനിയാ. പണ്ട് ഞങ്ങൾക്ക് ചാത്തങ്കരിയിലൊരു അമ്മയുണ്ടായിരുന്നു. അമ്മ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞപ്പം ഈ അയിത്തമൊക്കെ ഉള്ള കാലവും കൂടെ ആന്ന് വെച്ചോ. ആ അമ്മേനെ എല്ലാരും വിളിക്കുന്ന ക്രിസ്ത്യാനി അമ്മച്ചി എന്നാ. ക്രിസ്ത്യാനി അമ്മച്ചി. അതിന് കാരണമുണ്ട്. അവിടുത്തെ കെടുകെട്ടിയ 1-2 വീട്ടുകാര്, പേരൊന്നും ഞാൻ പറയുന്നില്ല. ഈ അമ്മ രക്ഷിക്കപ്പെട്ട് കൃപ വന്നു കഴിഞ്ഞപ്പോഴും ആ പഴയ രീതിയിലുള്ള സംസാരവും ഒരു ശൈലി. അപ്പം അത് തെറ്റാ, അങ്ങനെ പറയരുത്. അവർ ജാതി കൂട്ടി പറഞ്ഞു. ഈ അമ്മ ഞാൻ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞു. അന്ന് മുതൽ നാട്ടുകാരെല്ലാം ചാത്തങ്കാരിക്കാരെല്ലാം അമ്മയെ വിളിക്കുന്നത് ക്രിസ്ത്യാനി അമ്മച്ചി എന്നാണ്. നമ്മളായിരുന്നല്ലോ അവൻ്റെ 8 തലമുറയുടെ ചരിത്രം എണ്ണിയേച്ച് അമ്മ നല്ല തണ്ടുകടത്തോടെ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞു. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാ, ഓരോരുത്തനും പിടിച്ചുവരിക്കുവാൻ കഴിഞ്ഞ് വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിടാ. വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിടാ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്നു ഞാനിതാ. അനാഥനല്ല ഞാനിനി അനുഗ്രഹവകാശിയായ. അനാഥനല്ല ഞാനിനി കാശിയാ. അനാദി നിർണയ പ്രകാരം എന്നെയും വിളിക്കയ. വിനാശമില്ലെനിക്കിനി അനാമയം വസിച്ചിടാ. വിനാശമില്ലെനിക്കിനി അനാമയം വസിച്ചിടാ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്നു ഞാനിതാ. ഓ ഇത്ര ശ്രേഷ്ഠനാഥൻ എന്റെ മിത്രമായി ഭവിച്ചു. ഇത്ര ശ്രേഷ്ഠനാഥൻ എന്റെ മിത്രമായി ഭവിച്ചു. ഇതെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്നു ഞാനിതാ. ഇതെന്തു ഭാഗ്യം. യേശുനാഥനോട് ചേർന്നു ഞാനിതാ. കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഹല്ലേലൂയ. നീ ഒരു ദൈവ പൈതലാണെന്ന് പറയുന്നത് ലജ്ജിക്കരുത്. ആമേൻ. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആദിമസഭയ്ക്ക് ശക്തമായ പീഡയാണ്. ഇങ്ങനെ പീഡ വർദ്ധിച്ചു. ആ പീഡയും ഈ അഗ്നിക്കിരയായതെല്ലാം കൂടെ കണ്ടോണ്ട പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നി ചോന്നുണ്ടെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് നിങ്ങളാരും അത് ചോദിച്ചും പേടിച്ചു ഒന്നും പോകരുത്. ഇതൊക്കെ ഉള്ളതാ. അത് കാരണം കൂടെ പറയാം. ഈ അഗ്നിക്കിരയാക്കുന്നതും ചങ്ങലയും ചമ്മട്ടിയും പീഡയും വാളും ഈർച്ചവാളും ഞാൻ അടക്കപ്പെടുന്ന കണ്ട് പേടിക്കരുത്. അതിന് കാരണം എന്നാന്ന് പത്രോസ് തന്നെ പറഞ്ഞുണ്ട്. ഈ ദുരിതവും ദുഃഖവും ഈ പ്രശ്നമൊക്കെ പത്രോസ് പറയാം ഒരല്പനേരത്തേക്കേ ഉള്ളൂ. ഇതൊരല്പനേരത്തേക്കേ ഉള്ളൂ. 6-ാം വാക്യം വായിച്ചേ. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും
നിങ്ങൾ ആനന്ദിക്കുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ. ഇപ്പോഴത്തെ ഈ ദുഃഖവും കഷ്ടതയും മുറവിളിയും ഈ പോരാട്ടവും പ്രതികൂലവും ഒരു അല്പനേരത്തേക്കേ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ നമ്മൾ ആനന്ദിക്കാൻ പോവുക. സ്തോത്രം. എന്നോടൊരുത്തൻ ചോദിച്ചു, നമ്മുടെ ഈ ഭാവി എങ്ങനെ? ഞാൻ പറഞ്ഞു, നമ്മുടെ ഭാവി ഇനിയും കാഹളം ധ്വനിക്കും, നമ്മൾ ഇവിടുന്ന് പോകും. അത് കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിൽ ചെല്ലും, ന്യായവിധി കഴുകി പ്രതിഫലമൊക്കെ തരും. അത് കഴിഞ്ഞ് കുഞ്ഞാടിൻ്റെ കല്യാണം. പിന്നെ എങ്ങനെ? ഞാൻ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഒരു 7 വർഷമെന്നാ കണക്ക്. പിന്നെ ഭൂമിയിലോട്ട് വരും. ഒരു കാര്യം ചെയ്യും, ഞാൻ അന്നേരം വരാം. എനിക്ക് വേറെ ചില കാര്യം കൂടെ അതോ ഒരു ബോധമുള്ളവനല്ല. മഹോദരം എന്നാന്ന് പോലും അധർമ്മമൂർത്തി ഇങ്ങനെ നിൽക്കുക. ആദ്യം നിന്നെ തന്നെ ആയിരിക്കും പിടിക്കുന്നത്. എൻ്റെ ആ നോട്ടോ ഇരിപ്പം കാണുമ്പോൾ അറിയാം, സൂക്ഷം വന്ന് നിന്നെ ആയിരിക്കും ഇവിടെ അങ്ങനെ പമ്മി നടന്ന. നമ്മുടെ ഈ കഷ്ടതയും ഈ ദുരിതവും ഈ ദുഃഖവും ഈ പ്രതികൂലമൊക്കെ ഒരു അല്പനേരത്തേക്കേ ഉള്ളൂ. അതിൽ നിങ്ങളിപ്പോൾ നാനാ പരീക്ഷകളാൽ അല്പനേരത്തേക്ക്, അല്പനേരം, നൊടി നേരം. ഇപ്പൊ ഒരു നൊടി നേരത്തേക്കേ ഉള്ളു കേട്ടോ. നൊടി നേരത്തേക്കുള്ള ലഘു സങ്കടം ഭാഗ്യം തന്നെ. ഓ നൊടി നേരത്തേക്കുള്ള ലഘു സങ്കടം അനവധി തേജസ്സിൻ ഭാഗ്യം തന്നെ. കണ്ണിനു കാണുന്നതൊന്നുമില്ല, കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ. കണ്ണിനു കാണുന്നതൊന്നുമില്ല, കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ. ആ ഉണ്ടനൊരു മോക്ഷമിട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ്. ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. അമ്മേ ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. കഷ്ടങ്ങളിൽ കൂടി പോകുന്ന ദൈവ പൈതലേ, പോരാട്ടങ്ങൾ സഹിക്കുന്ന ദൈവ പൈതലേ, നിരാശകളിൽ കൂടി ഭാരങ്ങളിൽ കൂടി പോകുന്ന ദൈവ പൈതലോട് പറയാ, നിന്റെ കഷ്ടതയും ദുഃഖവും ദുരിതവും അല്പനേരത്തേക്കേ ഉള്ളൂ. സങ്കീർത്തനക്കാരന്റെ ഭാഷയെ പറഞ്ഞ ഇത് വേഗം തീരുകയും ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ മറന്നു പോകും. നിങ്ങളുടെ ആ നോട്ടോ ഇരിപ്പം കണ്ടു നടക്കും, മറക്കും. പണ്ട് കോത്തല ചാക്കോച്ചൻ ഒരു പാട്ട് പാടിയായിരുന്നു, അറിയാവുന്ന പാട്ടാ. കകളനാദം വാനിൽ മുഴങ്ങുമ്പോൾ പറന്നിടുമേലിലരും, കറങ്ങിടുമേ പലരും. കുറെ പേര് പറക്കും, കുറെ പേര് മിക്കവാറും അതായിരിക്കും. മനസ്സിലായോ? നമ്മുടെ ഈ കഷ്ടത ഇത് വേഗം തീരും. പ്രാവിനുള്ളത് പോലെ പാട്ടെല്ലാം വരുന്നു. ദൈവത്തിന്റെ മകത്ത് എനിക്ക് നല്ല ധൈര്യമൊക്കെ തരുന്ന വചനവും പാട്ടുമൊക്കെയാണ്. നമ്മുടെ കർത്താവ് വരാറായെന്ന്. ഏത് സമയമാണെന്ന് നമുക്കറിയത്തില്ല. സമയം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഒന്നും പറയാനൊക്കത്തില്ല. ഏത് സമയത്തും വരാം, ഒരുങ്ങിയിരുന്നോണം. ഒരു പഴയ പാട്ടുണ്ട്, സന്ധ്യനേരം വരുമോ പാതിരാത്രിയാകുമോ, കോഴി കൂകുന്നേരത്തോ ഉഷസിൽ വരുമോ. സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ, കോഴി കൂകും ഉഷസിൽ വരുമോ. ഏഴിടികൾ മുഴങ്ങി ഏഴകൾ നടുങ്ങി മൃതഗണമവരുമായാകാശകയറി. അന്ന് 2 നരന്മാർ വയലിൽ വേലക്കിരിക്കും, ഒന്ന് ദൂതനെടുക്കും തോഴനെ കൈവടിയും.
തിരികല്ലിൽ പൊടിക്കും ഇരുനാരിജനങ്ങൾ, തിരികല്ലിൽ പൊടിക്കും ഇരുനാരിജനങ്ങൾ. ഒരുത്തി വാനിലേറും മറ്റവളെ വെടിയും. മിക്കവാറും മറ്റവള് പോകാനാ. ഒരുത്തി വാനിലേറും മറ്റവളെ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ദൈവകുഞ്ഞുങ്ങൾ ഓർത്തോണം, ഈ കഷ്ടതയും ദുരിതവും ദുഃഖമൊക്കെ ഒരു അല്പനേരത്തേക്കേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ ആനന്ദിക്കാൻ പോവുക. സ്തോത്രം, സ്തോത്രം. കർത്താവിന് മഹത്വം. അത് ഓടിച്ച് പറയാം. അപ്പൊ 1-ാം അധ്യായത്തിലെ ഈ കഷ്ടതയും ദാരിദ്ര്യവും ദുഃഖവും ദുരിതവും ഒക്കെ ഒരല്പനേരം. അതിന് പത്രോസ് പറഞ്ഞു, പിന്നെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് മുതലായ. അപ്പം അതൊരു മുതലാ, പൊന്നും വെള്ളിയും. പിന്നെ വേറെ മുതലുണ്ട്. പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ യേശു ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുക. 1-ാം അധ്യായത്തിൽ ഒരു ചിന്ത. ഇങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളോട്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളോട്, സഭയിൽ വരുന്ന ദൈവകുഞ്ഞുങ്ങളോട്, തിരുമേശ എടുക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട്, സ്നാനപ്പെട്ട ദൈവകുഞ്ഞുങ്ങളോട്, പാനം കഴുകലൊക്കെ നടത്തിയല്ലോ അങ്ങനെയുള്ളവരോട്, അവൻ അപ്പം വന്നെടുക്കുന്നുണ്ടല്ലോ, നല്ല കാര്യം. അങ്ങനെയുള്ളവരോട്, ആത്മാവിൽ നിറയുന്ന നിങ്ങളോട്, അല്ലെ നമ്മോട് പറയാനൊരു കാരണം കൂടെ. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുക. നിങ്ങൾ ദൈവമക്കളാ. കാണുന്ന ദൈവമക്കളാ, നമ്മള് ദൈവകുഞ്ഞുങ്ങളാ. സ്തോത്രം. അങ്ങനെയുള്ള നമ്മോട് പറയുക, പിന്നെ വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാ, പൊൻവൈരമോ അല്ല മറുവിലയാ, വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാ, പൊൻവൈരമോ അല്ല മറുവിലയാ, എൻ പേർക്ക് യാഗമായി തീർന്നവനാം ദൈവകുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീണ്ടതിനാ, ദൈവകുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീണ്ടതിനാ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുക. അങ്ങനെയുള്ള വീണ്ടെടുക്കപ്പെട്ട നിങ്ങളോടൊരു കാര്യം പത്രോസ് പറയുക, നമ്മോടൊരു കാര്യം പറയാം. പിന്നെ നിങ്ങൾ ദൈവമക്കളാ. നമ്മുടെ ശൈലി പറയാം. നിങ്ങൾ പെന്തിക്കോസ്തുകാരാ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ, നിങ്ങൾ ആരാധനക്കാരാ, നിങ്ങൾ തിരുമേശ എടുക്കുന്നവരാ, നിങ്ങളാ കൂടുതൽ ഗ്ലോറി, ഹല്ലേലൂയ, വിക്ടറി എന്നും പറഞ്ഞ് ഇളകുന്നത്. അതെല്ലാം നല്ലതാ. ഞാനത് പറഞ്ഞെന്നോർത്തിന് മിണ്ടായിരിക്കരുത്. എന്നാൽ താൻ തന്നെ അങ്ങ് വെച്ചോ. ഞാനിനി മിണ്ടുന്നില്ല. ഞാൻ മിണ്ടുന്നല്ലോ തനിക്ക് കൂടുതൽ. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെയുള്ള നമ്മോട്, എന്നോട്, നിങ്ങളോടും പത്രോസ് ഒരു കാര്യം പറയാം. നിങ്ങൾ പെന്തിക്കോസുകാരാന്നേ, അതെ. പിന്നെ പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹമനുസരിച്ച് ഇനി നടക്കരുത്. 1:14. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിക്കോ. നിങ്ങൾ പെന്തിക്കോസുകാരാ, നിങ്ങൾ ദൈവമക്കളാ, വേർപെട്ട ദൈവകുഞ്ഞുങ്ങളാ. ഒരു കാലത്ത് നിങ്ങൾക്ക് ഈ സത്യം എന്നാന്ന് അറിയത്തില്ലായിരുന്നു. നിങ്ങൾ വ്യർത്ഥമായ നടപ്പായിരുന്നല്ലോ നേരത്തെ. അപ്പോൾ വ്യർത്ഥമായൊരു നടപ്പായിരുന്നു നമുക്ക് നേരത്തെ. അതിൽ നിന്ന് ക്രിസ്തുവേശു മുഖാന്തരം ആ പരിശുദ്ധ രക്തത്താൽ എന്നെ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുക. നമ്മള് നമ്മുടെ ശൈലി പറഞ്ഞ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. സ്തോത്രം. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ഈ ദൈവകുഞ്ഞുങ്ങളോട് പറയാ, പിന്നെ പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ ഇനി മാതൃകയാക്കരുത്. ഇവിടെ പണ്ട് എന്നുള്ള പ്രയോഗം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്.
നീ ഒരു ദൈവ പൈതലാകുന്നതിന് മുമ്പ്, നീ ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പ്, അതാ പണ്ട്. ആ കാലയളവിന് കൊടുത്തിരിക്കുന്ന പ്രയോഗമാണ് അജ്ഞാനകാലം. അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ, അജ്ഞാനകാലം. ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു കാലമുണ്ട്. പേരിശ്ശേരിലെ മത്തായിച്ചൻ കെ എൻ മാത്യു പാടിയ പാട്ട് നമുക്കറിയാം. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ. ആ പാട്ടിന്റെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് അങ്ങനെ ആസ്വദിച്ചു പാടണം, ചുമ്മാ കയറിയ പാടരുത്. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ. മതി മതി മതി. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ളൊരു കാലമാണ്. ഈ കാലത്തിന് വേദപുസ്തകത്തിൽ പല പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും വായിപ്പിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. അജ്ഞാനകാലം, പണ്ടത്തെ കാലം, മുൻകാലം, പഴയ കാലം, അറിയായ്മയുടെ കാലം. സ്തോത്രം, അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ്. പുകയം വലിച്ച് വീശി അല്ലേ, സിനിമയും കണ്ട്, സീരിയലും കണ്ട്. ഇപ്പൊ പിന്നെ സീരിയലൊന്നും കാണണ്ട, എല്ലാം കൈ തന്നെ കാണുക. കൈ തന്നെ യോഗത്തിനിടെ കാണുന്ന ആൾക്കാരുണ്ട്. നമ്മളോർക്കാവുമ്പോൾ വാക്യം തപ്പാണ് ഇവന്മാരാ. വാക്യം തപ്പാനാ ബൈബിളുമായിട്ട് ഇരുന്നപ്പോഴേ നമുക്കിപ്പോൾ അത് ഓർക്കുമ്പം കേൾക്കുമ്പം എന്തുവാ, ജാള്യതയാ, അറപ്പാ. അറിയായ്മയുടെ കാലം. സ്തോത്രം. വചനത്തിൽ രസിക്കണം, വചനം കേട്ട് ആസ്വദിക്കണം, വചനം അയവിറക്കണം, അതിൽ തന്നെ രസിക്കണം. കാരണം ഇത് ക്രിയ ചെയ്യുന്ന വചനമാണ്, അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്, ഇത് രോഗശാന്തി തരുന്ന വചനമാണ്, നിന്നെ സൗഖ്യമാക്കുന്ന വചനമാണ്, നിന്റെ ബന്ധനങ്ങളെ അടിക്കുന്ന വചനമാണ്, നിന്റെ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ അന്ന് ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ട് ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞ് വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു പിരിക്കും. നിങ്ങൾ ബലഹീനവും ദരിദ്രമായ ആടുപാടങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് ഇതിനെ അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇനി എഫേസ്യർ 2:2 വേറൊരാൾ വായിക്കണം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതികളെയും ആകാശത്തിന്റെ അധികാരത്തിനും കണ്ടോ, അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതികളെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരിക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെ അധിപതിയായവനെ അനുസരിച്ച് നടന്നിരുന്നു നേരത്തെ. ഇനി എഫേസ്യർ 2:12 മുതൽ വായിരേ. അവിടെ വായിക്കുന്ന അക്കാലം എന്ന, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടെ ഇല്ലാത്തവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തങ്ങൾക്ക് ഒരു പ്രത്യാശയില്ലായിരുന്നു. ഇപ്പോഴും ഉണ്ടോന്ന് എനിക്ക് സംശയം ആ നോട്ടം ഇരിപ്പം കണ്ടിട്ട്. അയ്യോ, ലോകത്തിൽ ദൈവമില്ലാതെ ജീവിച്ചവരാ. കണ്ടോ, നേരത്തെ ജീവിതമാണ്. മുമ്പേ ദൂരസ്ഥരായിരുന്നു. ഇനി എഫേസ്യർ 5:8 മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പൊ കർത്താവിൽ വെളിച്ചമാണ്. ഇനി തീത്തോസ് 3:3 മുമ്പേ നാമം ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴി തെറ്റി നടന്നവരും നാനാ മോഹങ്ങൾക്ക് ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷ്യതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നു നേരത്തെ. ഇനി പത്രോസിന്റെ 1-ാം ലേഖനം 4:2 മുതൽ വായിര്. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്ഥകളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും മദ്യപാനത്തിലും വെറുക്കൂത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. വായിച്ചതും മതി. എനിക്കൊരു കാര്യം പറയാം. അപ്പോൾ നേരത്തെ ജീവിതത്തിന്റെ ചെറിയ ചിത്രം തരിക. പത്രോസ് പറയുക, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ ഇനി മാതൃകയാക്കരുത്.
രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ രാവിലെ സഹോദരന്മാർക്ക് പെട്ടെന്ന് പിടികിട്ടും, എല്ലാവർക്കും അല്ലെങ്കിലും ഇല്ലേ ബാത്റൂമിലോട്ട് പോകാൻ. ഈസ്റ്റർ ഓണവും തത്തുല്യമായ ദിവസങ്ങൾ വരുമ്പോൾ അളിയൻ വരും. അളിയൻ അവിടെ നിന്ന് ഒരു കുപ്പിയായിട്ടാ വരുന്നത്. ഇവിടുത്തെ അളിയൻ വേറൊരു കുപ്പി മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ പണ്ടത്തെ ആ മോഹങ്ങൾ നമുക്ക് ഒത്തിരി ഉണ്ടായിരുന്നു, അല്ലേ? ധാരാളം ഉണ്ടായിരുന്നു. ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ചാണ് നമ്മൾ ജീവിച്ചത്. പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഒരു വീട് വെക്കുകയാണെങ്കിൽ മുത്താശാരിയെ വിളിച്ച സ്ഥാനം കാണും. ആ വാസ്തു പെന്തിക്കോസുകാരി ഇപ്പൊ കാണുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നു. അതെ, ഇന്നാൾ ഒരാൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഈ അടുക്കള ഇരിക്കേണ്ടടുത്തല്ല, അടുക്കള ഇരിക്കേണ്ടടുത്ത് അത് അള്ള ഇരിക്കേണ്ടടുത്തല്ല ഇരിക്കുന്നത്. അള്ള അപ്പുറത്തെ വീട്ടിൽ അടുക്കളയില്ല എപ്പോഴും. തങ്കമ്മ എന്ന് വിളിക്കുമ്പോ വരുന്നതെന്ന് പറഞ്ഞു അവിടെ നിന്നാ വരുന്നേ. തങ്കമ്മ ഈ വീട്ടിലല്ലേ ഇരിക്കണ്ടേ? മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഒരാൾ ഇവിടെ ഞാൻ വാതൊക്കെ ഇരുന്നപ്പോൾ കൈനോട്ടക്കാരാ, നമുക്കിതൊന്നും വലിയ വിശ്വാസമൊന്നും ചില പറഞ്ഞ കേട്ടിട്ടില്ലേ, നമുക്കിതൊന്നും വലിയ. എന്നാലും പിന്നെ കാക്കാത്തി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അമ്മ വളരെ മനോവേദനയോടാണ്. ആർക്കാ മനോവേദന ഇല്ലാത്ത? അമ്മയ്ക്ക് 2 കൊമ്പനുണ്ട്, 2 കൊമ്പൻ. ആമ്പിള്ളാരെയാ. ആ കാക്കാത്തിക്ക് എന്നെ ഇന്ന് വരെ ഞാൻ ആദ്യമായിട്ട് കാണുക. എന്നാലും എത്ര കൃത്യമായിട്ടാ ഭാര്യാപര യോനാച്ചൻ പോലും ഇങ്ങനെ. യോനാച്ചൻ്റെ അവിടെ ഞാൻ ഒത്തിരി ശുശ്രൂഷയ്ക്ക് പോയതാണ്. പക്ഷെ 2 കൊമ്പൻ്റെ കാര്യം അമ്മ ഒരു മങ്കയെ കുറിച്ച് ഇങ്ങനെ വ്യാകുലപ്പെട്ടതായിട്ട് കാണുന്നു. മങ്കയുടെ കല്യാണം ഉണ്ണതള്ള ഇരുന്നതള്ള എഴുന്നേറ്റ് അടുത്തോട്ടങ്ങി എന്ന് ബാക്കിയും കൂടെ പറഞ്ഞിട്ട് പറയാം. ഒരു കാക്കാത്തി നടക്കും പോലെ നീ നടക്കും തിരുവല്ലായിക്കൂടെ. പിടി കിട്ടിയോ? നീ ദൈവത്തെ വിട്ടേച്ച്, ദൈവകൃപ വിട്ടേച്ച്, ദൈവത്തെ ഭയപ്പെടാതെ പ്രമാണം തള്ളിക്കളഞ്ഞ് നീ പോയാൽ കാക്കാത്തി രക്ഷപ്പെടും. നീ ഇതിലെ അലഞ്ഞു നടക്കും. നീ ദൈവത്തിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഇങ്ങനെ ഒത്തിരി മോഹങ്ങളുണ്ട്. താനെ നോക്കിയ വീട് എന്തെല്ലാം കാര്യങ്ങളാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ കഴിഞ്ഞ ദിവസം ഞാൻ നോട്ട് ചെയ്ത് നാളെ നോക്കുന്നവരുണ്ടായിരുന്നു. നാളെ മുഹൂർത്തം നോക്കുന്നവരുണ്ട്. നീ ദൈവത്തെ ഭയപ്പെട്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാധകം നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തോയും പകൽ പറക്കുന്ന അസ്ത്രത്തോയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. അത്യുന്നതനാം ദൈവത്തിൻ മറവിൽ സർവശക്തൻ നിഴലിൻ കീഴിൽ. ഓ അത്യുന്നതനാം ദൈവത്തിൻ മറവിൽ സർവശക്തൻ നിഴലിൻ കീഴിൽ. ഓ കോട്ടയായവൻ സങ്കേതമായവൻ തൻ സന്നിധിയിൽ വസിക്കുന്നു ഞാൻ. കോട്ടയായവൻ സങ്കേതമായവൻ തൻ സന്നിധിയിൽ വസിക്കുന്നു ഞാൻ. ഞാൻ ആശ്രയിക്കും പാറ എന്റെ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും? കർത്താവെന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യഭുജമുള്ളോ കൈപിടിച്ചു നടക്കുന്നെന്നേ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യഭുജമുള്ളോ കൈപിടിച്ചു നടക്കുന്നെന്നേ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ദോഷവും നിനക്ക് വരികയില്ല. വരത്തില്ല. അതുകൊണ്ട് രാഹു നോക്കരുത്, മുഹൂർത്തം നോക്കരുത്, ലക്ഷണം നോക്കരുത്, കൈനോട്ടക്കാരൻ്റെ അടുക്ക പോകരുത്, അജ്ഞനക്കാരൻ്റെ അടുക്ക പോകരുത്. തത്തയായിട്ടിരിക്കും, തത്തയായിട്ട്. സ്തോത്രം. ഒരു ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ ഇടപെട്ടേക്കരുത്. നീ ദൈവവേദനയാണെങ്കിൽ അതിന് യോഗ്യമായിട്ട് ജീവിക്കണം. ദൈവത്തെ മാമോനെയും കൂടെ ഒന്നിച്ച് സേവിക്കാൻ ഒക്കത്തില്ല. യഹോവ ദൈവമാണെന്ന് അവനെ തന്നെ സേവിക്കണം. അതല്ല ബാലാന്ന് ദൈവം എന്ന് നിനക്ക് തോന്നുക, ബാലിന്റെ പുറകെ പോകണം.
മറ്റൊരു ദേഹം മഹാവാരി രാശിയെ സത്വരം ചാടിക്കടന്ന് ഞാൻ അജ്ഞത ശങ്ക കൂടാതെ നിശാചര വീരന്റെ ലങ്കയിൽ പുക്കു ഭയങ്കരന്മാരായ കിങ്കരന്മാരെ പരരെ വധിച്ചതും താൻ കേളികാനനം തല്ലി തകർത്തതും പുങ്കാരമോടൂരണത്തിനൊരുങ്ങിയ രംഗേശപുത്രന്റെ കണ്ടം മുറിച്ചതും പങ്കേര് കാട്ടിയാം വൈദേകി തന്നുടെ സംക്ലേശമെല്ലാം പറഞ്ഞു കളഞ്ഞതും യുദ്ധത്തിനെത്തിയ നക്തഞ്ചരേന്ദ്രൻ നേർതട്ടിലന്മാർ ചാടിക്കരേറിട്ട് ചണ്ടമായുള്ള ഒരു പാണീതലം കൊണ്ട് ഗണ്ഡസ്ഥലങ്ങളിൽ താടനം ചെയ്തതും അല്ലെ വാല ചെന്ന് പിടിച്ച് ഒരു 4-5 തമതിരാണ് ചാടി. ബാല് ദൈവമാണെങ്കിൽ നിനക്ക് തോന്നുക ബാലിന്റെ പുറകെ പോകണം. അതല്ല, യഹോവയാ നിന്റെ ദൈവം എന്ന് വെച്ചാൽ നീ അവൻ വിശ്വസ്തയോടെ യഹോവയെ ഭജിച്ചോണം. ചട്ടത്തിന്മേ ചട്ടവും സൂത്രത്തിന്മേ സൂത്രവും അവിടെ അല്പം ഇവിടെ അല്പമായിട്ട് നിൽക്കരുത്. ഏലിയാ പറഞ്ഞത് 2 തോണിയിൽ കാല് വെക്കരുത്. സത്യദൈവത്തെ ഭജിക്ക്, ജീവനുള്ള ദൈവത്തെ ആരാധിക്ക്, വിശ്വസ്തയോടെ യേശുവിനെ ആരാധിക്ക്, നീ കർത്താവിനെ സേവിക്ക്, നിനക്ക് നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ആ പണ്ടത്തെ മോഹം അനുസരിച്ച് നീ നടക്കരുത്, നാളൊന്നും നോക്കരുത്, മാമോദീസായിക്കൊന്നും ഇനി പോകരുത്, ആണ്ടിയാത്തത്തിന് അവിടെ ചെന്ന് എത്തി നോക്കി നിൽക്കരുത്. നെയ്യപ്പം ഉണ്ടാക്കാനും അപ്പച്ചൻ മരിച്ചു 40 അമ്മാമ ഒന്ന് നെയ്യപ്പം ഉണ്ടാക്കണം. അമ്മാമ നെയ്യപ്പം ഉണ്ടാക്കാൻ നല്ല സോഫ്റ്റാണ്. അമ്മാമ എന്നെയൊക്കെ ചേർക്കുന്നത് മേരിക്കുട്ടി ഞാൻ തേങ്ങാ കൊത്തിടും. എങ്ങനെ തേങ്ങാ കൊത്തിടും? നെയ്ക്കാത്ത മൂപ്പിക്കുന്നത്. വ്യായനെല്ലാം കൂടെ നെയ്യപ്പം ഉണ്ടാക്കി വെച്ച് അവസാനം പറയും എന്നാന്നറിയാമല്ലോ ഇവിടെ മതി ഉരുണ്ട് കയറുന്ന ആരാധിക്കുമ്പോൾ നെയ്യപ്പം ഉരുണ്ട് കയറുന്ന തിന്നപ്പോൾ ഓർക്കണമായിരുന്നു കവളുവാ നിറച്ച് കറമുടാന്ന്. ബാക്കി 5-6 കൂടിനകത്തും കൊണ്ടുവന്നു. മനസ്സിലാകുന്നുണ്ടോ? ഒരു നേർച്ച സാധനവും കഴിക്കരുത്. സ്തോത്രം. പാച്ചോറ് കൊണ്ടുവരും, മേടിച്ച് അമക്കരുത്. നേർച്ച സാധനമേ കഴിക്കാൻ ദൈവകുഞ്ഞുങ്ങൾക്ക് പ്രമാണമില്ല. ഭൂതങ്ങൾ ജാതികൾ ബലി കഴിക്കുന്ന ദൈവത്തിനല്ല, ഭൂതങ്ങൾക്കാണ്. നിങ്ങൾ കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കുകാരാകരുത്. തിരുമേശ നീ പ്രമാണത്തിൽ നിന്ന് വേണം എടുക്കാൻ. അണ്ടേ ആണ്ടിയാത്തത്തിനും 40-നും അടിയന്തരത്തിനും ഓരാണ്ടിനും ആണ്ടോടാണ്ട് കപ്പനെ പോയിച്ച് മേളിലോട്ട് കയറ്റുന്നതിന് ചടങ്ങുണ്ട്. പണ്ടത്തെ മോഹം അനുസരിച്ച് നീ നടക്കരുത്. ദൈവത്തെ ഭയപ്പെട്ടോണം, വിശ്വസ്തരായി നിന്നോണം, വിശുദ്ധ ജീവിതം നയിച്ചോണം, വേർപാട് പാലിക്കണം. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ പാടി നമുക്ക് അങ്ങ് നിർത്താം. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. തന്നു നിൻ കൃപദാനമിന്നു ജീവിച്ചിടുവാൻ, തന്നു നിൻ കൃപദാനമിന്നു ജീവിച്ചിടുവാൻ, നിന്ന ശക്തിയാലെ നിത്യ കൈയടിച്ച് ചേർന്ന് ശക്തിയാലെ നിത്യ ഓ ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ഓ ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷമാർഗത്തിലാക്കിയല്ലോ നീ. ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷമാർഗത്തിലാക്കിയല്ലോ നീ. മാറ്റാൻ വരാതെ എന്നെ കാക്കെ പൊന്നു നാഥ, വരാതെ എന്നെ കാക്കേ പൊന്നു നാഥ. ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളോ, ഈ ലോകം വിട്ടു ലോകം ചേരുവോ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് സ്വർഗ ഭാഗ്യങ്ങൾ വേടിച്ചോ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് സ്വർഗ ഭാഗ്യങ്ങൾ വേടിച്ചോ. എന്നോ മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തന്റെ ചേർക്കുവാൻ. അവനെന്നോ മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ
ലോകത്തിൽ തന്റെ അതയ ചേർക്കുവാ വന്നു വിളിച്ചിടുമ്പോൾ അന്നു വസിച്ചിടും ഞാൻ വന്നു വിളിച്ചിടുമ്പോൾ അന്നു വസിച്ചിടും ഞാൻ ഇന്നുൾ കൈസമാരെന്നു ഞാൻ ഗാനം പാടും ഇന്നുൾ കൈസമാരെന്നു ഞാൻ ഗാനം പാടും ലോകത്തിൻ ഭോഗങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞോ വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞോ അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമതിൽ അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമതിൽ ഉപകാരമെന്നും ജീവിച്ചിടുവാൻ ഇന്നും ജീവിച്ചിടുവാൻ നിന്ന ശക്തിയാലെ നിത്യം നടത്തണമേ നിന്നാത്മശക്തിയാലെ നിത്യം നടത്തണമേ ലോക തിന്മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞോ 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 തിന്മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ ൂടബല ദുരബല വടബല വിരബല വൈഡാരഗത അമനവ ദുരബല വൈഡല കലര ജലയാരഗത അടമന വിരബല ആരാധിക്കാം ദുരബല വൈഡല ഗൗതല ജലതല അടമന ദുരിവിരി വിഗബല വടബല വിരജല